പ്ലെയിൻ യാത്ര മൊത്തം കുളമെങ്കിൽ ഇവിടെ എത്തിയപ്പോ നല്ല സൂപ്പർ സ്ഥലമല്ലേ? അതിന് പ്ലെയിൻ യാത്ര ആരുടെ പൊളിഞ്ഞത്? നിങ്ങൾ രണ്ടുപേരും അല്ലാതെ പോയിരിക്കടി, ഞങ്ങൾക്കൊന്നും കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. ഈ സ്ഥലത്തിന്റെ പേരെന്താന്നാ പറഞ്ഞത്? കാഠ്മണ്ഡു. കാഠ്മണ്ഡു സൂപ്പർ സ്ഥലമല്ലേ? എന്ത് രസം കാണാൻ. നമുക്ക് ആ പോവാം. അവിടെ ഒരു അമ്പലം കാണുന്നുണ്ട്, അവിടെ പോവാം നമുക്ക്. ആ അമ്പലത്തിൽ പോകുന്നതന്നെ മോളെ നമ്മൾ നിൽക്കുന്നേ. അമ്മൂമ്മയ്ക്ക് മല കയറാൻ വയ്യെന്ന് പറഞ്ഞ അമ്മൂമ്മ വെറുതെ റൂമിൽ ഇരിക്കുക. അത് കുഴപ്പമില്ല മോളെ, അമ്മ അവിടെ ഇരിക്കട്ടെ. അല്ലെങ്കിൽ പിന്നെ മുട്ടുവേദനയാവും. പിന്നെ കയറ്റം കയറി കഴിയുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് എന്തായാലും ഇഷ്ടംപോലെ സ്ഥലമൊക്കെ കണ്ടില്ല ഇങ്ങോട്ട് വരുന്ന വഴിക്കുമെല്ലാം. പിന്നെ ഇങ്ങനെ എന്താ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ പോകുമ്പോൾ കൊണ്ട് ഇതിപ്പോ കണ്ട ഒരുപാട് കയറ്റം കയറണം. കണ്ട് ഇപ്പൊ തന്നെ ഒച്ച അടയുന്ന കേട്ടോ. എന്നിട്ട് ഇനി ഐസ്ക്രീം കഴിച്ച് സ്വെറ്റർ എടുക്കേണ്ടതായിരുന്നു. അയ്യോ തണുത്തിട്ട് വയ്യ. സ്വെറ്റർ നമുക്ക് അവിടെ വാങ്ങിക്കാടി. ചേട്ടാ ആ വഴി അങ്ങോട്ട് താഴോട്ട് ഇറക്കുമെന്ന് തോന്നുന്നു. അങ്ങോട്ട് ഇറങ്ങാം നമുക്ക് ആ വഴി അങ്ങോട്ട് പോകാം. ആ ഇത് തന്നെ വഴി. ആ സൈഡിലൊക്കെ താമസക്കാരുണ്ട് തോന്നല്ലേ? ഇവിടെ എങ്ങനെ താമസിക്കില്ലേ ഈ തണുപ്പില്? അവർക്കൊക്കെ ശീലമായി കാണുക. മോളെ പതുക്കെ സൂക്ഷിച്ച് താഴോട്ടിറങ്ങ്. അതുകൊണ്ട് കല്ല് പാറയാ കിടക്കുന്നേ. വാവ് സൂപ്പർ സ്ഥലം. ശരി, നമ്മളെങ്കിൽ അച്ഛനമ്മയുടെ വ്ളോഗിനകത്തൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ അവിടെയുള്ള ആൾക്കാരുടെ വീട്ടിലോട്ടൊക്കെ ചെന്ന് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് അങ്ങോട്ട് പോയി പരിചയപ്പെടായിരുന്നു. അച്ഛനും ഇന്ന് സംസാരിക്കാൻ അറിയാൻ ഇവിടുത്തെ ഭാഷയൊക്കെ. എനിക്കറിയാം. പിന്നെ ഏത് ഭാഷ എനിക്കറിയാൻ മേത്തെ. കൂടുതലങ്ങ് പോകണ്ട, അല്ലാതെ ഐസിച്ചൊന്ന് തലയിടിക്കും. എന്തായാലും പിള്ളേർ പറഞ്ഞില്ലയോ, നമുക്ക് അങ്ങോട്ട് പോകാം വീട്ടിലോട്ട്. നമുക്ക് ഈ നാടിനെ കുറിച്ചൊക്കെ അവരോട് ചോദിക്കുകയും ചെയ്യാം. ശരിയാ ചേട്ടാ, അങ്ങോട്ട് നടക്ക്. ഓടിട്ട വീടാന്ന് തോന്നുന്നല്ലേ? ഇന്നലെ രണ്ട് തന്നെ വീടത്. അയ്യോ, ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അമ്മൂമ്മ കൂടെ കൊണ്ടുവരണ്ടായിരുന്നു. രസമുണ്ടായിരുന്നു ഈ സ്ഥലമൊക്കെ. മോളെ നമ്മൾ ഇത്ര നേരം കയറ്റം കയറിയില്ലേ വന്നത്, പിന്നെ നിങ്ങളുടെ അമ്മൂമ്മ കൊണ്ടുവരും. കിങ്ങിണിക്ക് എപ്പോഴും അമ്മൂമ്മയുടെ കാര്യം ഓർമ്മ. അമ്മൂമ്മ അവിടെ റൂമിൽ ഇരിക്കുന്നതിന് അവർക്ക് വിഷമം. അമ്മയ്ക്ക് അങ്ങനെ കുഴപ്പമില്ല മോളെ. അമ്മ എനിക്ക് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ എത്രയോ സ്ഥലങ്ങൾ കണ്ടോ വന്നത്. പിന്നെ ഇപ്പൊ കാലുവേദന ആയി കഴിഞ്ഞ പിന്നെ എന്ത് ചെയ്യും? അതുകൊണ്ടല്ലേ അമ്മയ്ക്ക് അങ്ങനെ വിഷമമൊന്നും ഇല്ല അമ്മ അവിടെ ഇരിക്കുന്നതിന്. പിന്നെ ഇപ്പൊ നമ്മൾ വേറെ സ്ഥലങ്ങളിലൊക്കെ പോകുമല്ലോ, അന്നേരം കൊണ്ടുപോകും അമ്മ. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഇവിടെ ആരും ഇല്ലെന്ന് ചോദിക്കേട്ടാ. കോനേത്തും ഭാഷ അറിയാത്തോണ്ട് വലിയ ആളായിട്ട് പോയത്. അതുകൊണ്ട് പൊട്ടത്തരമൊക്കെ ചെന്ന് ചോദിക്കുന്നു. അതുകൊണ്ട് ഒരു അമ്മൂമ്മ ഇറങ്ങി വരുന്ന വീട്ടിൽ നിന്ന്. കോനേത്തും ആഹാ അത് കൊള്ളല്ലോ. എന്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് ചോദിക്കും ഞാനാരെന്ന്. ഓ ഈ ചേട്ടൻ എന്തും ഈ പൊട്ടത്തിലൊക്കെ ചെന്ന് ചോദിക്കുന്നേ. അയ്യോ, അത് മലയാളിയല്ല അമ്മൂമ്മ. നിങ്ങളൊക്കെ ആരാ? ഞങ്ങൾ കേരളത്തിൽ നിന്ന് വരുവാ. അയ്യോ അമ്മൂമ്മ മലയാളിയാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാനതുകൊണ്ട് ഹിന്ദി ചോദിച്ചത്. അമ്മൂമ്മ ഇവിടെ സെറ്റിൽഡാന്നോ കാഠ്മണ്ഡുവില്? ആ ആ ആ ഞാനും എൻ്റെ മോനും മരുമോളും അവരുടെ കുഞ്ഞും ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഞങ്ങളാണെങ്കിൽ കാഠ്മണ്ഡു ഒക്കെ മൊത്തം ചുറ്റിക്കറങ്ങാൻ വേണ്ടി വന്നതാ കേരളത്തിൽ നിന്ന്. ആ എങ്ങനെ ഇഷ്ടപ്പെട്ടോ സ്ഥലമൊക്കെ? ഇത് സ്വന്തം വീടാണോ? ആ ആ ആ സ്വന്തം വീട് തന്നെ. ഞങ്ങളിവിടെ സെറ്റിൽഡാ. അയ്യോ ഈ പിള്ളേരെ കൊണ്ടൊന്നും ഈ മഴ സമയത്ത് ഇറങ്ങി നിങ്ങൾക്ക് ഇച്ചിരി നേരത്തെ ഇറങ്ങാൻ പാടില്ലായിരുന്നോ? ഇപ്പൊ ഇവിടെയൊക്കെ മണ്ണിടിച്ചിൽ ഇഷ്ടം പോലെ. മണ്ണിടിച്ചിൽ തന്നെ അല്ല, അവിടെ ആണെങ്കിൽ ഐസ് വെള്ളം ഒഴുകും. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാടാ. ഞങ്ങളിപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പുറത്തോട്ടൊന്നും ഇറങ്ങുന്നില്ല ഒരു മാസമായിട്ട്. നിങ്ങളിവിടെയൊക്കെ മൊത്തം ചുറ്റിക്കറങ്ങുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. കഴിഞ്ഞ മാസമൊന്നും ഇവിടെ മഴയേ ഇല്ലായിരുന്നു. ഒരു വെക്കേഷൻ ടൈം അല്ലായിരുന്നു. ആ സമയത്ത് നിങ്ങളെന്താ വരാത്തത്? അതെന്തെന്നറിയോ മാമി, ഞാനും എൻ്റെ മോളും കൂടെ ആണെങ്കിൽ ലുലുമാളിൽ പോയപ്പോഴാണെങ്കിൽ അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് അവിടെ നിന്നെങ്കിൽ ലക്കി ഡ്രോയിലെ കൂപ്പണിലാണെങ്കിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ഇപ്പോഴ്. അങ്ങനെ വന്നതാ, അല്ലാതെ ഞങ്ങൾ സ്വയമേ വെറുതെ ഫ്രീ ആയിട്ടൊന്നുമല്ല. ഓ ഓ ഓ അങ്ങനെ. അയ്യോ എന്നാലും നിങ്ങൾക്ക് കുറച്ചൊന്ന് നീട്ടി വെക്കായിരുന്നു അല്ലെങ്കിൽ. കാരണം ഇപ്പം മഴ ഭയങ്കരമായിട്ട് പെയ്യുന്ന സമയം ഇത്. ഇന്നും ഇന്നലെയൊക്കെ ഇച്ചിരി കുറവുണ്ട്. എന്നാലും അറിയാൻ പറ്റത്തില്ല. ഇവിടെ മഴ പെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ മൊത്തം ഐസ് വെള്ളം ഇവിടെ എല്ലാം ഒഴുകും. ഞങ്ങളുടെ ഈ മുറ്റം വരെ ഐസ് വെള്ളമാ. അയ്യോ ഐസ് വെള്ളത്തിലെ കുളിച്ച് പനി പിടിക്കുവാടാ. നാളെ മഴ പെയ്യുമെന്ന് കണ്ടിപ്പോ വാർത്ത കേട്ടതേ ഉള്ളൂ. ഇനിയിപ്പോ നാളെ തുടങ്ങിയ മഴ പിന്നെ ഒരാഴ്ചത്തേക്ക് ശക്തമായ മഴയായിരിക്കും. പിന്നെ ഇവിടുന്ന് പ്ലെയിനൊന്നും വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയ്യോ അമ്മ എങ്ങനെ ഇവിടെ എത്തി? അയ്യോ എനിക്ക് വയ്യേ. ഞാനെങ്ങനെ റൂമിൽ ഉറങ്ങി കിടന്നപ്പോൾ സ്വപ്നം കണ്ട് ഭയങ്കര മഴയും വെള്ളപ്പൊക്കവും ഒക്കെ. എന്നിട്ടാണെങ്കിൽ ഇവിടെ എല്ലാം ഐസ് വെള്ളമായി. നിങ്ങളാണെങ്കിൽ ഐസ് വെള്ളത്തിൽ ഒഴുകി പോകുന്നൊക്കെ ആയിട്ട് ഇങ്ങനെ സ്വപ്നം കണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാനങ്ങ് ഇറങ്ങി ഓടി അവിടുന്ന്. എന്നിട്ട് 2-3 പേരോട് ചോദിച്ച്. അപ്പോൾ അവർ പറഞ്ഞത് ഒരു കൂട്ടർ നിങ്ങളെ പിന്നെ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. നിങ്ങളെ നിറവും കളറും ഡ്രസ്സിൻ്റെ കളറും അതും ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവർ പറഞ്ഞ് ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനിവിടെ എത്തിപ്പെട്ടത്. ദൈവമേ, നമ്മുടെ കൂടെ വന്നിടത്ത് പിന്നെ കുഴപ്പമില്ലായിരുന്നു. അമ്മ എന്തൊരു കാര്യം കാണിച്ചത്? ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം എന്തിനാ കാണിച്ചത്? ഒറ്റയ്ക്ക് വന്നത് പാറക്കൂടെ ഓടി ഒറ്റയ്ക്ക് പോകുന്നില്ലേ? ഇതാരാ? നിങ്ങളുടെ അമ്മൂമ്മയോ? എന്റെ അമ്മയത്. ഇത് മലയാളിയുടെ വീടാണോ ഇത്? നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് ശ്യാമ.
ഞാനൊക്കെ ഇവിടെ വർഷങ്ങളായിട്ട് ഇവിടെ താമസമാണ്. ഒരു 10-20 വർഷമായിട്ട് ഇവിടെ താമസം എൻ്റെ മോൻ്റെ കൂടെ. അമ്മമ്മ വന്നോണ്ട് എന്തായാലും ദീദിയുടെ വിഷമം മാറിയില്ല. അമ്മമ്മ നോക്കി കുറെ നേരം കൊണ്ട് പറയുമായിരുന്നു അമ്മമ്മ കണ്ടില്ല കണ്ടില്ല തന്നെ അമ്മമ്മ വന്നില്ല പറഞ്ഞോണ്ട്. അത് ശരിയാ. നാട്ടിൽ എവിടാന്നാ പറഞ്ഞത് നിങ്ങള്? ഞങ്ങൾ നാട്ടിലാണെങ്കിൽ തിരുവനന്തപുരത്താ. ഞങ്ങളാണെങ്കിൽ നാട്ടിൽ പാലക്കാട് സ്ഥലം. അവിടുന്ന് ഇപ്പോൾ കുറേ നാളായില്ലേ പോന്നിട്ട്. അവിടെ ബന്ധുക്കളൊക്കെ ഉണ്ട്. പിന്നെ ഒരു 5 വർഷത്തോളമായി അങ്ങോട്ട് പോയിട്ട്. നിങ്ങൾ കാഠ്മണ്ഡുവിൽ ഇന്ന് എത്തിയതേ ഉള്ളോ? ഇല്ലില്ല, ഞങ്ങൾ 2 ദിവസം എത്തിയിട്ട് കുറെ കറങ്ങി സ്ഥലങ്ങളൊക്കെ. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളെന്നാലേ ഇന്ന് തന്നെ അങ്ങ് വൈകിട്ട് പോകുന്നുണ്ടോ നാട്ടിലോട്ട്. കാരണം നാളെ എനിക്ക് മഴ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചിരിക്കാപ്പതില്ല. അത്രയ്ക്ക് ഐസ് വെള്ളമായിരിക്കും ഒഴുകുക. അതാ ഇപ്പം കണ്ടോ, നിങ്ങളുടെ അമ്മ തന്നെ കണ്ടോ, സ്വപ്നം കണ്ടോ, അതൊക്കെ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് വൈകിട്ടാലും നിങ്ങൾ ഫ്ലൈറ്റ് പിടിച്ച് പോകാൻ നോക്ക്. ശരിയാ ചേട്ടാ, നമുക്കെന്നാ പിന്നെ ഇന്ന് തന്നെ അങ്ങ് പോകാം വൈകിട്ട്. അല്ലെങ്കിൽ പിന്നെ ആണെങ്കിലേ മഴയും വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല. ഒരാഴ്ച പിന്നെ ഇവിടെ നിൽക്കേണ്ടി വരും. നമ്മുടെ കയ്യിൽ അതിനുള്ള പൈസ ഒന്നും തികയത്ത് പോലും ഇല്ല. അല്ലേ തന്നെ നമുക്ക് 3 ദിവസത്തേക്ക് അല്ലായിരുന്നോ പറഞ്ഞിരുന്നത്? ഇതിപ്പോ നാളെ ആണെങ്കിൽ 3-ാമത്തെ ദിവസമാകും. നാളത്തേക്ക് പോകണ്ട, ഇന്ന് തന്നെ വൈകിട്ടൊക്കെ പോകാം അല്ലേ? അത് തന്നെ, ഇന്ന് തന്നെ അങ്ങ് പോകാം. അപ്പം കേരളത്തിലുള്ളവരെ കുറേ നാളായി ഞാൻ കണ്ടിട്ട്. 5 വർഷത്തോളമായി. എല്ലാവരും കണ്ടതിൽ സന്തോഷം കേട്ടോ. ഇനി ഇടയ്ക്ക് വരുമ്പോൾ ഇങ്ങോട്ട് കയറും. ഇനി ഞങ്ങൾ കാഠ്മണ്ഡു വരുവാണെങ്കിൽ അമ്മൂമ്മയുടെ വീട്ടിലേ താമസിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ വേറെ റൂമൊന്നും എടുക്കൂല. ഇത്ര വലിയ വീടുണ്ടല്ലോ അമ്മൂമ്മയ്ക്ക്. പിന്നെന്താ, അതിന് എപ്പോഴേ സ്വാഗതം. നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടംപോലെ ഓടി നടക്കാനും പിള്ളേർക്കെല്ലാം ഓടി കളിക്കാനും ഒക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇവിടെ. അതിനിപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ എന്തെങ്കിലും വരുവാണെങ്കിൽ ഒരാഴ്ചയോ 2 1 മാസമോ എത്ര നാൾ വേണമെങ്കിലും ഇവിടെ നിന്നോ കേട്ടോ. സ്ഥലങ്ങളൊക്കെ മൊത്തം കറങ്ങി നടന്ന് കാണുകയും ചെയ്യാം കേട്ടോ. ഹായ് നല്ല അമ്മമ്മ. അമ്മമ്മ ഞങ്ങൾ ഇനി വരുമ്പോൾ കാണാം കേട്ടോ. ബൈ. ടാറ്റ ബൈ.